കേരളീയരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ചായ. പലതരത്തിലുള്ള ചായയുണ്ട്. ചിലർ പലതരത്തിലാണ് ചായ കുടിക്കുന്നത്. ചിലർ നല്ല പതപ്പിച്ചുള്ള ചായ കുടിക്കും, ചിലർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിക്കും. അതൊക്കെ ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ്. പിന്നെ ലാലേട്ടൻ പറയുന്നത് പോലെ ഉയരം കൂടും തോറും എന്താ കൂടുന്നത് എന്നൊക്കെ പുള്ളി പറയാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായ തയ്യാറാക്കാം. അപ്പോൾ ചോദിക്കും, എന്ത് വ്യത്യസ്തമായിട്ടുള്ള ചായ? അതെ, ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ നിന്നും ഒരു ചായ കുടിക്കാനിടയായി. ആ ചായ ഒന്ന് കുടിച്ചപ്പോൾ ഒരു ചായയും കൂടെ ഞാൻ വാങ്ങിച്ചു കുടിച്ചു. സംഭവം ആ ചായ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. എനിക്ക് ചായ കുടിക്കുന്നത് അത്ര ഇഷ്ടമുള്ള ആളല്ല. വല്ലപ്പോഴും തോന്നിയാൽ മാത്രമേ ഞാനൊരു ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ ആ ചായ ഞാൻ രണ്ടാമതും വാങ്ങിച്ചു കുടിച്ചുവെങ്കിൽ ആ ചായയിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ചായ അടിക്കുന്ന ആളോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് നിങ്ങൾ ഈ ചായ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ചായ തയ്യാറാക്കുന്ന അയാൾ പറഞ്ഞ തരത്തിൽ ഞാൻ ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാൽ ചായപാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം. പാല് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് തേയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ തേയിലയാണ് ഇടുന്നത്. പഞ്ചസാര ഉപയോഗിക്കാത്തത് കൊണ്ട് പഞ്ചസാര ഇടുന്നില്ല. പഞ്ചസാര ഉപയോഗിക്കാത്തത് ഡയബറ്റിക് ഒന്നും അല്ല. പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് പഞ്ചസാര ഉപയോഗിക്കാത്തത്. ചായ നല്ല തിളച്ച് അത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ചായക്കടക്കാരൻ പറഞ്ഞു തന്നത് പാൽപ്പൊടിയാണ്. കുറച്ച് ആവശ്യത്തിന് കപ്പിലേക്ക് തട്ടിക്കൊടുക്കാം. നമ്മൾ ചായ ഒരിക്കലും ആദ്യമേ അരിക്കരുത്. എല്ലാവരും ചായ ഇട്ട ഉടനെ അത് അരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ തേയിലയുടെ സത്തൊക്കെ നല്ലോണം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ തേയിലയോടൊപ്പം തന്നെ നമ്മൾ ചായ ഇങ്ങനെ അടിക്കണം. മധുരവും കൂടെ ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മധുരം ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് ചായ അരിക്കാം. ഇവിടെ അമ്മയ്ക്കാണ് ചായ നിർബന്ധം. പിന്നെ നമ്മൾ എന്ത് ശീലമായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. വേണ്ട എന്ന് വിചാരിച്ചാൽ ഒന്നും വേണ്ട എന്ന് തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ബൈ ബൈ.